that I do. Don't forget your shit, I'm about to pimp them hoes and now I gotta let you know about the feeling that I do. ഹലോ ഓസ്കിയാണ്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ RC കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. വാ. എനിക്കറിയാം നമ്മുടെ വീഡിയോ ഇട്ട് കുറേ നാളായി, ഏകദേശം കുറേ നാളായി. അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു RC കാർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും 799 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ പ്രൊഡക്റ്റിന്റെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നൈസ് പ്രൊഡക്റ്റ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ബാക്കി അൺബോക്സ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ പറ എങ്ങനെയുണ്ടെന്ന്. സോ നമുക്കിപ്പോൾ വേണ്ടി അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബ്ലേഡ് എടുത്തിട്ടുണ്ട്. അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പാക്കറ്റ് കിട്ടും. അതായത് വെംബ്ലിയുടെ റോക്ക് ട്രോളർ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഇനി നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ഓക്കെ, നമ്മൾ തുറക്കുകയാണെങ്കിൽ ഇതിലെ കൂടെയാണ് തുറക്കുന്നത്. ഓക്കെ, തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പാക്കേജ് കാണാൻ സാധിക്കും. നമ്മുടെ RC കാർ ഉണ്ട്, ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. സോ നമ്മൾ തുറക്കുമ്പോൾ ഇതാണ് നമ്മുടെ RC കാർ. ഓക്കെ, സാധനം ഇതാണ് ഗൈസ് RC കാർ. അതേപോലെ തന്നെ നമുക്കൊരു റിമോട്ടും കിട്ടുന്നുണ്ട്. പിന്നെ എന്തൊരു സാധനം താഴെ വീണ്. ഓക്കെ, പിന്നെ ഗൈസ് നമുക്ക് ഈ ഒരു സാധനം കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കേബിൾ ആണ്. അപ്പൊ ഇത് നിങ്ങൾ കാണാതെ വെച്ചിരുന്നോ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ RC കാർ. ഗൈസ് ഒരു രക്ഷയില്ല, ക്വാളിറ്റി ഒക്കെ നിങ്ങൾ നോക്കി. ഇത് മെറ്റലാണ്. ഇത് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്ന മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ സസ്പെൻഷൻ ആണ് മോനെ സീന്. ഞാൻ കാണിച്ചിരുന്നു, നമ്മൾ ഓട്ടിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല. അപ്പൊ ഈ ഒരു RC കാറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കാർ എടുത്തോണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഓട്ടിക്കാം. സത്യം, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ കാർ എടുത്തോണ്ട് പോകാം. ഇപ്പൊ നിങ്ങൾക്ക് ടൈൽസിൽ ഓടിക്കണമെങ്കിൽ അവിടെ ഓടിക്കാം. അതുപോലെ തന്നെ റോഡിൽ ഇറക്കണമെങ്കിൽ റോഡിൽ ഇറക്കാം. അഥവാ ഇനിയിപ്പോൾ ഓഫ് റോഡ് പോകണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഓഫ് റോഡ് ഓടിക്കാം. കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ടയർ ഒരു രക്ഷയില്ലാത്ത ടയറാണ്. നിങ്ങൾ ഈ ടയർ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടാ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടയറാണ്. അപ്പൊ ഏത് സർഫസിൽ വേണമെങ്കിലും ഈസി ആയിട്ട് ഓടിച്ച് കയറാൻ പറഞ്ഞ ടയറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്തായാലും കണക്ട് ചെയ്ത് നോക്കാം. നമ്മുടെ റിമോട്ട് കൺട്രോൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതും വെച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഈ കാറിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി കാണാൻ പറ്റും. ഈ ബാറ്ററി എന്ന് പറയുന്നത് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയാണ്. നമ്മൾ നേരത്തെ ഒരു കേബിൾ കാണിച്ചല്ലോ, ഈ ഒരു സാധനം ഇതും വെച്ച് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട്, കണ്ടോ, ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ USB ആണെങ്കിൽ നമ്മൾ ചാർജിങ് പോയിന്റ് ഒന്ന് കൊടുത്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ബാറ്ററി എടുത്തിട്ട് നിങ്ങൾ ഈ കാറിന്റെ അകത്തോട് നോക്കുമ്പോൾ ഈ ഒരു സംഭവം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ ഒരു സംഭവം, അപ്പോൾ ഇതും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാറ്ററി അതിനകത്ത് തന്നെ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സാധനം എടുത്ത് ഇതിനൊന്ന് അടച്ചു വെക്കുക. യെസ്. എന്നിട്ട് ഈ കാണുന്ന സ്വിച്ച് ഇല്ലേ, ഇതൊന്ന് ഓൺ ആക്കുക. അപ്പൊ ഇവിടെ ലൈറ്റ് കത്തും. ലൈറ്റ് കത്താണെങ്കിൽ മനസ്സിലാക്കിയോ കാർ ഓൺ ആയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ 2 ബാറ്ററി എടുക്കുക. എന്നിട്ട് ഈ റിമോട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. റിമോട്ടിൽ അവർ ബാറ്ററി തരത്തില്ല, കാറിൽ മാത്രമായിരിക്കും ബാറ്ററി ഉള്ളത്. 2 ബാറ്ററി വാങ്ങിക്കുക. എന്നിട്ട് ഈ കാണുന്ന പോലെ ഇവിടെ നിന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പഴയതുപോലെ നമ്മളത് അടച്ചു വയ്ക്കുക. ഓക്കെ ഫൈൻ. യെസ്, നമുക്ക് ലൈറ്റ് കത്തുന്നുണ്ട്, കാണാൻ പറ്റുമായിരിക്കും. അപ്പൊ നമ്മുടെ കാർ റിമോട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓടിച്ചു വെക്കാം. വർക്കാവാൻ നോക്കണ്ടേ. അപ്പൊ ഇത് നമ്മൾ ഫ്രണ്ടിലോട്ട് ആക്കുകയാണെങ്കിൽ വണ്ടി ഫ്രണ്ടിലോട്ട് പോകും. അതുപോലെ തന്നെ ബാക്കിലോട്ട് ആക്കുകയാണെങ്കിൽ ബാക്കിലോട്ട് വരും. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഡയറക്ഷൻ മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു സർക്കിൾ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ. അപ്പോൾ ഈ ടയർ ചേഞ്ച് ആവുന്നത് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ഓടിച്ചു നോക്കാം. ബാ. അപ്പൊ ഗൈസ് നമ്മുടെ RC കാർ നമ്മുടെ ടെറസിന്റെ മുകളിൽ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് വിട്ടിട്ട് ഓടിച്ചു നോക്കാം. ബാ. നമ്മൾ താഴെ ഇടാൻ പോവാണ്. കണ്ടോ, ആ ഷോക്ക് അബ്സോർവർ കേട്ടോ. About to pimp them hoes and prostitutes. Now I gotta let you know about the dealing that I do. Don't forget your shit, I'm about to pimp them hoes and prostitutes. Now I gotta let you know about the dealing that I do. Got that good shit, not the club on the dope track. Graduated so weed, now I'm in a boom quick. Hooked up with my nigga, boy, he rooming, getting sick. Making drug deals, but my nigga ain't gon' be the shit. Said to me, we shouted pimp later on that afternoon. Talk about the business of the dope that we about to do. അപ്പൊ ഈ കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒന്നും പറയട്ടെ, നിങ്ങൾ കണ്ടു തന്നെ. അതായത് നമ്മൾ ടെറസിലിട്ട് ഓടിച്ച് നോക്കി, പിന്നെ നമ്മൾ ഓഫ് റോഡ് ചെയ്ത് നോക്കി. ഇവിടെയൊക്കെ നമ്മൾ ഓടിക്കുമ്പോഴും ഈ കാറിന്റെ പെർഫോമൻസ് ഒന്നും ഒരു രക്ഷയില്ല. അതായത് പുഷ്പം പോലെയാണ് ഈ സാധനം കയറി പോകുന്നത്. പിന്നെ സ്പീഡിന്റെ കാര്യം പറയുകയാണെങ്കിലും കമ്പനി പറയുന്നത് ഏകദേശം 20 km/h സ്പീഡ് തരുമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഓടിച്ചപ്പോൾ നിങ്ങൾ കണ്ടാണ് അത്യാവശ്യം തിരക്കേടില്ലാത്ത സ്പീഡിൽ തന്നെ ഇത് ഓടുന്നുണ്ട്. അപ്പൊ റിമോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിലും വളരെ സെൻസിറ്റീവ് ആണ്. നിങ്ങൾ കണ്ട പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയാൽ മതി, അപ്പൊ തന്നെ വണ്ടി എടുത്തോണ്ടങ്ങ് പോകും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സസ്പെൻഷൻ ആണ്. കണ്ട, അതിനെല്ലാം ഒരു മെക്കാനിസം ഉണ്ട്. കണ്ടാ, ഇപ്പൊ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ആ സസ്പെൻഷൻ അവിടെ മൂവ് ആവുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇതൊരു ഹോബി ഗ്രേഡ് കാർ അല്ലെങ്കിലും ഒരു RC ടോയ് കാർ എന്ന നിലയിലും ചുമ്മാ ഒരു തട്ടിക്കൂട്ട് പരിപാടിയല്ല ചെയ്തിട്ടുള്ളത്. അതൊക്കെ കൊണ്ടാണ് ഇത് ഇത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ അഭിപ്രായം പറയാം, എങ്ങനെയുണ്ട് സംഭവം. നമ്മളിപ്പോൾ ഓടിച്ച് നോക്കിയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഉള്ളത് നിങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയുക. എന്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് എന്ന് പറയുന്നത് ദിസ്
കാർ, അതായത് 799 രൂപയ്ക്ക് ഈ ഒരു കാർ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു വർത്ത് ബൈങ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും കുറെ നാളിന് ശേഷം ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ പഴയതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കുക. അപ്പൊ ഇന്നത്തേക്ക് നമ്മൾ ഈ വീഡിയോ വിളിച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ വെച്ച് വേറെ ദിവസം കാണാം. അതൊരിക്കും ബൈ, ഇറ്റ്സ് ക്രിയേറ്റീവ് മാൻ.